ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള കാശ്മീരി ചായയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി പവാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ കാശ്മീരി ചായ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര വേണം. പിന്നെ ഞാനിവിടെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 1 നുള്ളു ഉപ്പും 1 നുള്ളു സോഡാപ്പൊടിയും. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ പൗഡറാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ പൗഡറും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 4 ഏലക്കായും 1 തക്കോലം കുറച്ച് ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടീ റെഡിയാക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്നതുവരെ നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ ടീ പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കോലവും ഏലക്കയും ഗ്രാമ്പുമാണ്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചായ വറ്റി വരുന്നത് വരെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചായ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉപ്പും സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡാപ്പൊടി ഇടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഐസ് ക്യൂബ് കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രീൻ ടീയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ടീയുടെ മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ചായയുടെ കളറ് മാറി വരും. ഒരു ലൈറ്റ് പിങ്ക് കളറുള്ള ടീ ആയി മാറും. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ കാണുമ്പോഴും ഒരു പ്രത്യേകതയാണ്. പിങ്ക് കളർ കണ്ടില്ലേ, ഇതുപോലൊരു പിങ്ക് കളറായി മാറും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള കാശ്മീരി ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു കപ്പിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിസ്ത കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഗ്രീൻ ടീൻ്റെ ആ രുചിയൊന്നും ഇതിലുണ്ടാകില്ല. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ഏലക്കൻ്റെ ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പവാസ് കിച്ചൻ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.